ഇത് നമ്മളുടെ ഒരു ഈവനിങ് വ്ളോഗാണെന്നും പറയാം കേട്ടോ. അപ്പോൾ വൈകുന്നേരം മക്കളെ സ്കൂളിട്ട് കൊണ്ടുവരാൻ പോയതാണ്. സ്കൂളിട്ട് വരികയാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മളൊരു പറമ്പ് കൂടെ പോവുക ചെയ്യട്ടോ. സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് റോഡിന് പോവില്ല. അവർ 4 പേരിട്ട് എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. അത് കാരണം പിന്നെ ഓട്ടോയ്ക്ക് പോകാനുള്ള ദൂരമൊന്നും ഇല്ല. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ ഓട്ടോ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇവരായിട്ട് നടന്നു വരിക ചെയ്യുക. ഇങ്ങനെ ഈ ഒരു ഇടവഴി കൂടെ ഒരു വീടൊക്കെ ചാടി കടന്നിട്ടാ. അപ്പം അങ്ങനെ വരുന്ന ആ വീട്ടിലത്തെ അമ്മ പറഞ്ഞു, ഇടിച്ചക്ക ഇല്ലല്ലോ എനക്ക്, ഈ വേണമെങ്കിൽ ഒരു ഇടിച്ചക്ക കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൽ ഇടിച്ചക്ക എടുക്കാൻ നോക്കിയതാട്ടോ പിരിച്ചിട്ട്. അപ്പോൾ കിട്ടില്ല. അപ്പോൾ അവരൊന്ന് കത്തി വാങ്ങി കൊണ്ടുവന്നിട്ട് ഒരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇടിച്ചക്ക മസാലക്കറി ഉണ്ടാക്കാമെന്നും കരുതിയിട്ട്. ചെരുപ്പ് എടുത്തിട്ട് ഞാൻ ചെരുപ്പ് എടുക്കൂല. നിങ്ങൾ രണ്ടാളും ബാഗിൻ്റെ അടുത്ത് തന്ന് ഞാൻ എങ്ങനെ പോവുക? ചെരുപ്പും ഊരി വലിച്ചെറിഞ്ഞിട്ട് പോയിട്ട് എന്തൊരു കഷ്ടാണിത്. അമ്മൂട്ടി എടുത്താ ചക്കൻ്റെ ചെരുപ്പ് നടക്ക്. വീട്ടിൽ ചെന്ന് കത്തിക്കാനോ? അപ്പം നമ്മളെ ശ്രീകുട്ടൻ പോയിട്ട് ചെരുപ്പ് ഊരി വലിച്ചെറിഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അരികേശ് അത് എടുത്ത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വീട്ടിലെത്തി മക്കൾക്കൊക്കെ ചായ എടുത്ത് കൊടുത്തിട്ട് ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ, പഴയത് ആകെ തുരുമ്പിച്ചിട്ട്. അപ്പോൾ അതൊന്ന് പോകുമ്പോൾ സ്കൂളിലേക്ക് വിളിക്കാൻ പോണതിൻ്റെ മുന്നായിട്ട് ഞാനിതിന് കുറച്ച് ഹാർപ്പിക്കില്ലേ അതൊക്കെ ഒഴിച്ചിട്ടിരുന്നു കേട്ടോ. എങ്ങനെ ആവുകയെന്നറിയില്ല, ഒന്ന് ക്ലീൻ ആക്കി നോക്കട്ടെ വിചാരിച്ചിട്ട് അടുപ്പത്ത് ദോശ ചൂടാൻ വേണ്ടിയിട്ട്. ഭാഗ്യത്തിന് അതൊക്കെ ഒഴിച്ചിട്ടപ്പോൾ ശരിക്കും ക്ലീൻ ആയിട്ടാണ്. ഇനി ഇതൊരു ടിപ്പാണ്, ടിപ്സിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു സംഭവമാണ് നമുക്ക്. അങ്ങനെ ഇരുമ്പ് തുരുമ്പിച്ചൊക്കെ കളയണമെങ്കിൽ നമുക്ക് ഹാർപ്പിക്ക് ഒഴിച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ കഴുകി കളഞ്ഞാൽ മതിയിട്ട്. നല്ല സോപ്പ് ഇട്ടിട്ട് ഒരു സ്ക്രബ്ബറായിട്ട് ഉരച്ച് കഴുകിയപ്പോൾ നല്ല വൃത്തിയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിൽ ഉള്ളി വെച്ച് ഉരക്കി കേട്ടോ എണ്ണയിൽ. അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ മയക്കി വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ മുറ്റടിക്കാൻ ഇറങ്ങി. മക്കളും പിന്നാലെ വന്നിട്ടുണ്ട് കേട്ടോ. മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞ് വാരിയിട്ടപ്പോഴാണ് മക്കൾ ഒരു പാള കണ്ടെത്തിയിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ഒരു പാളുണ്ട്, അതൊന്ന് ഞങ്ങൾക്ക് എടുത്തു തരുമോ, പിന്നെ പാളയിൽ വണ്ടിയാക്കിയിട്ട് കളിക്കാനാണ് എന്ന്. അപ്പോൾ ഞാൻ മക്കൾ പറഞ്ഞതല്ലേ, ഇവിടെ ഏതായാലും ഈ വീട്ടിൽ ഇവിടെ ഈ വാടക വീട്ടിൽ വന്നപ്പോൾ നമുക്ക് വലിച്ച് കളിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ. മക്കൾക്ക് മുറ്റത്ത് നല്ല സിമെൻ്റ് ഇട്ട മുറ്റൊക്കെയാണ്. അപ്പോൾ എന്നാൽ അവർ കളിച്ചോട്ടെ, അവർക്ക് പൂതിക്കെന്ന് വിചാരിച്ചിട്ട് ഞാനത് പാളെടുത്തിട്ട് കൊടുത്തിട്ടാ. അങ്ങനെ അപ്പോൾ അവർക്ക് സന്തോഷമായി. ഇനി അതിലിരുന്ന് വലിക്കാമല്ലോ, അത്യാവശ്യം സ്ഥലമുള്ള മുറ്റമല്ലേ. അങ്ങനെ ഒരാളെ വലിച്ചു നോക്കുകയാണ് കേട്ടോ. അവർ 3 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ടാ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ചൂലൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് മുഴുവൻ ഭാഗമൊന്നും അടിച്ചില്ല, ഒരു ഭാഗം അടിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. അത് ഒന്ന് വലിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന് അങ്ങനെ ഞാനും കുറച്ച് നേരം ഒന്ന് വലിച്ചു കൊടുത്തിട്ടാ. ഞാൻ പോന്നപ്പോൾ പിന്നെ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിക്കുന്നുണ്ട്. ഈ വൈകുന്നേരം നേരത്തെ നമ്മളെ ഫ്രണ്ടിൽ തന്നെ ഒരു അമ്പലമാണ് കേട്ടോ. അവിടെ നിന്ന് പാട്ട് വെക്കുന്നതാണ്, അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് കേട്ടോ. കോപ്പറേറ്റ് വരുമെന്നൊന്നും എനിക്കറിയില്ല. നല്ല പിടിച്ചോ, മതി മതി, അത്ര മതി, അത്ര മതി, റോട്ടുമൊന്നും വലിക്കണ്ട. അപ്പോഴാണ് പിന്നെ മോള് വന്നത്. അവളെ മേലെഴുതലൊക്കെ കഴിഞ്ഞിട്ട് ഓള് വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഞാൻ എന്നാൽ വലിച്ചു തരാൻ പറഞ്ഞിട്ട്. ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. കുട്ടികളെ കളിപ്പിക്കാനൊക്കെ ആൾ ഉഷാറാണ്, തല്ലിടും എന്നാലും കളിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവരങ്ങനെ വലിച്ച് കളിക്കുകയാണ് കേട്ടോ. കണ്ട ഒരാൾ വീണ് പാളാടിയിൽ നിന്ന് അങ്ങോട്ട് പോവുകയും ചെയ്ത്. അപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. എന്താണ് വീണാൽ അങ്ങനെയല്ലേ, നമ്മൾ വലിയവരായാലും ചെറിയവരായാലും ഒരാൾ വീണുണ്ടാൽ അപ്പം ചുരിക്കും. ഞാൻ ഇപ്പോൾ അടുത്തൊരു ദിവസം ഇതുപോലെ സ്കൂളിൻ്റെ അടുത്ത് എങ്ങനെയോ ഒന്ന് തെറ്റി വീണു കേട്ടോ. വീണപ്പോൾ തന്നെ 2 കുട്ടികളുണ്ട് സ്കൂളിൽ വരും, അവർ ഭയങ്കര ചിരി. അതാ പറഞ്ഞത്. അപ്പോൾ നമ്മളങ്ങനെ ഒരാൾ വീണ് കണ്ടാൽ എല്ലാവർക്കും ചിരി വരും. എന്താണാവല്ലേ സംഭവം? നിങ്ങളൊക്കെ അങ്ങനെയാണോ? വീഴെന്ന് പറഞ്ഞാൽ അപകടം പറ്റുന്ന വീഴ്ച അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് എന്തായാലും പേടിയാണ്, ചെറിയുള്ള വീഴ്ചയാണ് ഞാൻ ഉദ്ദേശിച്ചത്.
ഒരാഗ്രഹം കേട്ടോ. അപ്പം ഞാനും ഓളെ ഒന്ന് വലിച്ചെടുത്തിട്ടാ. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം എത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ ഇങ്ങനെ നമ്മളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മളുടെ കുട്ടികളുടെയും നമ്മുടെ സന്തോഷം